ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നമ്മൾ സാധാരണഗതിയിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും അവിടെ അടയ്ക്കാനുള്ള ഫീസ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ആരും നമുക്ക് എന്ത് ചെയ്യും, അഡ്മിഷൻ തരും. ആരും നിങ്ങൾക്ക് എത്രത്തോളം റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ ആ കോഴ്സാണോ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എടുക്കേണ്ടത്, ഇതൊന്നും പലപ്പോഴും ആരും കൃത്യമായി ചെക്ക് ചെയ്യാറില്ല. പക്ഷേ സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും 100% റിസൾട്ട് വേണം. കാരണം ഇംഗ്ലീഷ് എന്നുള്ളത് പലപ്പോഴും പല ആളുകൾക്കും ജസ്റ്റ് ഒരു ഭാഷ മാത്രമല്ല, അവരുടെ ഭാവിയാണ്, അവരുടെ കുടുംബത്തിൻ്റെ ഭാവിയും കൂടിയാണ് ഇംഗ്ലീഷ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഈ കോഴ്സ് കൊണ്ട് 100% റിസൾട്ട് കിട്ടണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ളത് കൊണ്ട് ഞങ്ങൾ 2 കണ്ടീഷൻസ് ഒരു അഡ്മിഷൻ എടുക്കുന്ന ആളുകളുടെ മുമ്പിൽ ആദ്യം തന്നെ വെക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമിക്ക് നിങ്ങൾക്ക് മുമ്പിൽ വെക്കാനുള്ള 2 കണ്ടീഷൻസ്? അതാണ് ഞാൻ ഈ വീഡിയോയോട് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുന്നത്, ഈ 2 കണ്ടീഷൻസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ദയവ് ചെയ്ത് അഡ്മിഷൻ എടുക്കരുത്. ഓക്കെ? കാരണം നിങ്ങൾക്കൊക്കെ അറിയാം, പലപ്പോഴും സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമിയിൽ ഒരാൾ എത്തുന്നത്, ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളിൽ ഏകദേശം 50% മുകളിൽ ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ റഫറൻസ് വരുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി നമുക്ക് ഇനിയും ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് റിസൾട്ട് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം സ്പീക്ക് ഈസി അപ്രോച്ച് ചെയ്യുന്നത് ആ റിസൾട്ട് കിട്ടുമെന്നുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ? അപ്പോൾ ആ റിസൾട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് സ്പീക്ക് ഈസിയെ സംബന്ധിച്ചിടത്തോളം 5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ സ്പീക്ക് ഈസിയിൽ നിന്ന് കോഴ്സ് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു കോഴ്സ് കൊണ്ട്, നിങ്ങൾ അടച്ച ഫീസ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന ഈ 2 കണ്ടീഷൻ നിങ്ങൾ പാലിക്കാൻ റെഡി ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ടൈമും നിങ്ങളുടെ ക്യാഷും അത് വെറുതെ ആയിരിക്കും. ഓക്കെ? അതിലാദ്യമായിട്ട് പറയാനുള്ള കണ്ടീഷൻസ് ഇതാണ്. അതിനെ നമ്മൾ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ, യു ഷുഡ് ഹാവ് 30 minutes എവറി ടൈം. എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ് വാച്ച് ചെയ്യാനൊരു 15-20 മിനിറ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രെയിനറുമായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. കാരണം ക്ലാസ് മാത്രം കണ്ടതുകൊണ്ട് കാര്യമില്ല, ആ ഒരു പ്രാക്ടീസ് സെഷനും കൂടി നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു 10 മിനിറ്റ് സമയം ഏറ്റവും മിനിമമായിട്ട് ഞാൻ പറയുന്നത്, ഇത് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനുള്ള സമയം കണ്ടെത്തണം. ഇത് നിങ്ങൾക്ക് ഏത് സമയത്തും കണ്ടെത്താം. ഒരു പ്രത്യേക സമയത്ത് തന്നെ നിങ്ങൾ വരണമെന്നില്ല. 24 മണിക്കൂറും സ്പീക്ക് ഈസിയുടെ മൊബൈൽ ആപ്പും അവൈലബിൾ ആണ്, ട്രെയിനറും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അരമണിക്കൂർ സമയം ഇതിന് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ കണ്ടെത്തണം. ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ. ഒരിക്കലും നിങ്ങളെ കയ്യിൽ കോഴ്സ് ജോയിൻ ചെയ്യാനുള്ള ഫീസ് ഉള്ളത് കൊണ്ട് മാത്രം ആരും ജോയിൻ ചെയ്യരുത്. ദിസ് ഈസ് ദി ഫസ്റ്റ് കണ്ടീഷൻ. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് രാവിലെ 9 മണിക്കാണ് പറ്റുന്നത്, പിറ്റേ ദിവസം വൈകിട്ടാണ് പറ്റുന്നത്, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്ന ഏതെങ്കിലും ഒരു സമയം, അരമണിക്കൂർ നിങ്ങൾ ഇതിന് കണ്ടെത്തണം. ദിസ് ഈസ് ദ ഫസ്റ്റ് ടെസ്റ്റ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഫോക്കസ് ഓൺ യുവർ ഡ്രീം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് ഭാഷയിൽ ഫ്ലുവൻ്റ് ആകണം. ഇംഗ്ലീഷിൽ ഇനി ഒരു സ്ഥലത്തും ബുദ്ധിമുട്ടാൻ പാടില്ല. ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണം. എൻ്റെ ബിസിനസ് പ്രസൻറ്റേഷൻസ് അടിപൊളിയാക്കണം. കരിയറിൽ എനിക്കൊരുപാട് ഗ്രോത്ത് വേണം. ഇങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ? അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഈ ഒരു ഡ്രീം, അല്ലേ, ഇംഗ്ലീഷ് ഭാഷയെ കീഴടക്കണമെന്നുള്ള ഡ്രീം നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പോൾ ഈ 2 ടെസ്റ്റും ഈ 2 കണ്ടീഷനും നിങ്ങൾ പാലിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമിയിൽ അഡ്മിഷൻ എടുക്കാം. ബാക്കിയുള്ള നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, ഇംഗ്ലീഷ് നിങ്ങൾക്ക് എഴുതാൻ അറിയാത്തവരുണ്ടാകാം, സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടാകാം, ഇപ്പോൾ ഓൾറെഡി ഭംഗിയായിട്ട് സംസാരിക്കുന്നുണ്ട്, വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യണം, ആക്സെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യണം, ഇങ്ങനെയുള്ള പല വിഷയങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാകും. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും
അതിനുള്ള അൾട്ടിമേറ്റ് കംപ്ലീറ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് സ്പീക്കേഴ്സിലുണ്ട്. കാരണം ഇംഗ്ലീഷ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കോഴ്സ് നൽകുന്ന സ്ഥാപനമാണ് സ്പീക്കേഴ്സ് ഇംഗ്ലീഷ് അക്കാദമി. അതിൽ ബേസിക് ഇംഗ്ലീഷ് കോഴ്സുകളുണ്ട്, ഇൻ്റർമീഡിയറ്റ് കോഴ്സുകളുണ്ട്, അഡ്വാൻസ്ഡ് കോഴ്സുകളുണ്ട്, ഐൽസ് ഉണ്ട്, OET ഉണ്ട്, ഇൻ്റർവ്യൂ ട്രെയിനിങ് ഉണ്ട്, പബ്ലിക് സ്പീക്കിംഗ് ഉണ്ട്, ആക്സൻറ്റ് ട്രെയിനിങ് ഉണ്ട്. ഇങ്ങനെ പോകുന്നു സ്പീക്കേഴ്സിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ. ഓക്കെ, അപ്പോൾ ഈ 2 എലിജിബിലിറ്റി ടെസ്റ്റ്, അല്ലെങ്കിൽ 2 കണ്ടീഷൻ, ഇത് മാത്രമേ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നുള്ളൂ. ഏറ്റവും സിമ്പിളായിട്ടുള്ള 2 കണ്ടീഷൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ബി എ ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ് സ്പീക്കർ. കാരണം സ്പീക്കേഴ്സ് നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് സാധാരണ നമ്മൾ കണ്ടുവന്നിട്ടുള്ള പുസ്തകത്തിലും അല്ലെങ്കിൽ നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ കണ്ടുവന്നിട്ടുള്ള ആ ഒരു കൺവെൻഷണൽ ഗ്രാമർ മെത്തേഡിലല്ല, മറിച്ച് CTLP, ഇതാണ് സ്പീക്കേഴ്സിയുടെ മെത്തേഡിൻ്റെ പേര്, കോഡ്സ് ആൻഡ് ടാസ്ക് ബേസ്ഡ് ലേണിംഗ് പ്രോഗ്രാം. വളരെ ഈസിയാണ്. 20 രസകരമായ കോഡുകളിലൂടെയാണ് സ്പീക്കേഴ്സ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. കാരണം കോഡിലൂടെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളത് മറക്കില്ല. മാത്രമല്ല ഏത് സമയത്തും നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാനും വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനും സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽഡ് ഒരു ഡെമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കോഡുകളുണ്ട്. പ്രണയം ടെക്നീക്ക്, ദുശ്ശീലം ടെക്നീക്ക്, ഉണ്ടപ്പൻ ടെക്നീക്ക് ഉണ്ടോ, ആണിക്കളി, ഇങ്ങനെ പോകുന്ന 20 രസകരമായ കോഡുകൾ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോഡുകൾ പഠിക്കാൻ നമുക്ക് ഒരു 20% സമയം മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കിയുള്ള 80% സമയവും നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രാക്ടീസിനാണ്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആകാൻ സാധിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാനുള്ളത്, വേറെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും നമുക്ക് ലഭിക്കാത്ത ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് സ്പീക്കേഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് അല്ലെങ്കിൽ 100% റീഫണ്ടാണ്. കാരണം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ ഒരു CTLP 20 കോഡുകളിലൂടെയുള്ള ഈ മെത്തേഡ് ഉള്ളത് കൊണ്ട് റിസൾട്ട് എന്നുള്ളത് ഗ്യാരണ്ടീഡാണ്. ആ റിസൾട്ടിനെ കുറിച്ച് സ്പീക്കേഴ്സിന് ഇത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ധൈര്യമായിട്ട് റീഫണ്ട് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ധൈര്യത്തിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. പിന്നെ സ്പീക്കേഴ്സ് ഇംഗ്ലീഷ് അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്ന എല്ലാ വിദ്യാർത്ഥികളെയും സ്പീക്കേഴ്സ് ഒരേ ബാച്ചിലേക്കല്ല എടുക്കുന്നത്. കാരണം ഇംഗ്ലീഷിൽ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാകും. ചില ആളുകൾ ബേസിക് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാകും. കണ്ടോ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി എന്ന് പറയുന്നത് 5% അല്ലെങ്കിൽ അതിന് താഴെ ആയിരിക്കും. എഴുത്ത് വായന ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് നമുക്ക് ബേസിക് എന്ന് പറഞ്ഞിട്ടൊരു ബാച്ച് ഉണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ഓൾറെഡി ഒരു 20% ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും. അവരെ നമ്മൾ വിളിക്കുന്നത് ഇൻ്റർമീഡിയറ്റ് എന്നാണ്. പിന്നെ ഒരു വിഭാഗം ആളുകളുണ്ട്, അവർക്ക് ഓൾറെഡി ഒരു 40% ഇംഗ്ലീഷ് ഉണ്ട്. അവർ ചെറിയ രീതിയിലൊക്കെ സംസാരിക്കുന്നവരാണ്, പക്ഷെ അവരുടെ ഫ്ലുവൻസിയാണ് അവർക്ക് പ്രശ്നം. അതിന് നമ്മൾ വിളിക്കുന്നത് അഡ്വാൻസ്ഡ്. ഓക്കെ, അപ്പോൾ വരുന്ന ആളുകൾ നമ്മൾ അവരുടെ ഇംഗ്ലീഷിലെ പ്രശ്നങ്ങൾ, ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കിയിട്ട് ഇതുപോലെ 3 ലെവലായിട്ട് എന്ത് ചെയ്യും, കാറ്റഗറൈസ് ചെയ്യും. ബേസിക്, ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ ബേസിക് ആണ് നിങ്ങളുടെ ലെവൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും. ഐ ക്യാൻ റീഡ് ഓർ റൈറ്റ് ഇൻ ഇംഗ്ലീഷ് പ്രോപ്പർലി. ഇംഗ്ലീഷിൽ എനിക്ക് എഴുത്തും വായനയും അറിയില്ല. അതുപോലെ തന്നെ ഐ ഡോണ്ട് ഹാവ് ബേസിക് ഇംഗ്ലീഷ് വേർഡ്സ്. ഇംഗ്ലീഷിലെ വളരെ ബേസിക് ആയിട്ടുള്ള വേർഡ്സ് പോലും എനിക്ക് അറിയില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെൻ സം വൺ സ്പീക്സ് ഇൻ ഇംഗ്ലീഷ്. ആരെങ്കിലുമൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ലെവൽ 1 അല്ലെങ്കിൽ ബേസിക് ലെവലായിരിക്കും നിങ്ങൾ ഉണ്ടാകുക. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇതൊക്കെയാണ് പ്രശ്നം, നിങ്ങൾക്ക് ബേസിക് ആയിട്ട് എഴുത്ത് വായനയൊക്കെ നിങ്ങൾക്കറിയാം, പക്ഷേ സംസാരിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ആളാണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ആവശ്യത്തിന് വൊക്കാബുലറി പദസമ്പത്തില്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ ലെവലിലായിരിക്കും, ഇൻ്റർമീഡിയറ്റ്. കാരണം നിങ്ങളുടെ കയ്യിൽ 20% ഇംഗ്ലീഷ് ഉണ്ട്, ബാക്കി നമുക്കിവിടെ ഫില്ല് ചെയ്യണം. ഓക്കെ, പിന്നെ വേറൊരു കാറ്റഗറി ഉണ്ട്, നമ്മളതിനെ ലെവൽ 3 അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ലെവൽ എന്ന് പറയും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫ്ലുവൻസിയാണ് പ്രശ്നം കേട്ടോ. ഐ ഡോണ്ട് ഹാവ് ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ്. അതുപോലെ തന്നെ ഐ ഡോണ്ട് ഹാവ് അഡ്വാൻസ്ഡ് വൊക്കാബുലറീസ് ഇൻ ഇംഗ്ലീഷ്.
അതുപോലെ തന്നെ ഐ ഹാവ് ഇഷ്യൂസ് വിത്ത് മൈ ഇംഗ്ലീഷ് ആക്സെൻറ്റ്. ഇംഗ്ലീഷ് ആക്സെൻറ്റ് പ്രൊനൗൺസിയേഷൻ ഇതൊക്കെയാണ് പ്രശ്നം. അഡ്വാൻസ്ഡ് വൊക്കാബുലറി ഇല്ല, കുറച്ചും കൂടി ഫ്ലുവൻസി ഒന്നും കൂടി പോളിഷ് ചെയ്തെടുക്കണം. ഇതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ ലെവലായിരിക്കും, അഡ്വാൻസ്ഡ് L3. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷിൽ ഏത് പ്രശ്നമാണ്, ഞാൻ പറഞ്ഞ ബേസിക് ആണെങ്കിൽ അത്, ഇൻ്റർമീഡിയറ്റ് അത്, അഡ്വാൻസ്ഡ് ആണെങ്കിൽ അത്, അതെന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻ മാനേജറുമായിട്ടൊന്ന് എന്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ട ബാച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകും. സോ സ്പീക്കേഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള 2 കണ്ടീഷൻസ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഒന്ന്, അരമണിക്കൂർ സമയം, അത് എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താം. 24 മണിക്കൂറിൽ ഏത് സമയത്തും, രാത്രിയോ പകലോ എപ്പോഴും നിങ്ങൾക്ക് കണ്ടെത്താം. അത് നിങ്ങൾ കണ്ടെത്തണം. 2, നിങ്ങൾക്ക് തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ ആ ഒരു ഫോക്കസിങ്, നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ഫോക്കസിങ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ധൈര്യത്തിൽ ജോയിൻ ചെയ്യാം. ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും യു ഹാവ് ദ സൊല്യൂഷൻ ഹിയർ അറ്റ് സ്പീക്കേഴ്സ് ഇംഗ്ലീഷ് അക്കാദമി. താങ്ക് യു.